2025 ഓണം എക്സാമിന് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമനിസം മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് നവോത്ഥാന കാലഘട്ടത്തിൽ റിനൈസൻസ് പീരീഡിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മതമേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അതായത് ഇത്രയേ ഉള്ളൂ. അന്ന് പണ്ട് എന്താണ് ഈ കത്തോലിക്ക സഭയിൽ റിനൈസൻസ് പീരീഡിൽ കത്തോലിക്ക സഭയിൽ ഒരുപാട് തെറ്റായിട്ടുള്ള പ്രവണതകളൊക്കെ റോങ് ടെൻഡൻസീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാസ്മസിനെ പോലെയുള്ള ഒരുപാട് മാനവികവാദികൾ അതിനെയൊക്കെ എതിർത്തു, അതിനെ ആക്ഷേപഹാസ്യ കൃതികളിലൂടെ ഒക്കെ അതിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് അന്ന് ആ സമയത്ത് കത്തോലിക്ക മേഖലയിൽ കത്തോലിക്ക സഭയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയം എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഇൻ്റലിജൻസ് ആയിരുന്നു കേട്ടോ. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന. അതായത് അന്ന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പത്രം വാങ്ങിച്ചാൽ ആ തെറ്റൊക്കെ കഴുകിക്കളയും, ആ പാപമൊക്കെ കഴുകിക്കളയും എന്നൊക്കെ പറയായിരുന്നു. സോ അന്നുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ പത്രം പൈസ കൊടുത്ത് വാങ്ങിക്കായിരുന്നു. അപ്പോൾ ഈ പൈസ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും, ഈ പള്ളികൾ പണിയാനും സ്കൂളുകൾ ഉണ്ടാക്കാനും ഒക്കെ ആ പൈസ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ജനങ്ങൾ വെറും മണ്ടന്മാരാണ് അല്ലേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പത്രം വാങ്ങി വായിച്ചാൽ മതി, എല്ലാ പ്രശ്നവും അങ്ങോട്ട് തീരുന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പാപവിമോചന പത്രം വാങ്ങുന്നത് വ്യക്തികളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ശേഖരിച്ച പണങ്ങൾ പള്ളികളും അതുപോലെ സ്കൂളുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ പാപവിമോചന പത്രമില്ലേ, ഇതിൻ്റെ വിൽപ്പനയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജോഹാൻ ടെറ്റ്സൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, ഒരു പ്രീസ്റ്റ് എന്ത് ചെയ്യാണ്, ജർമ്മനിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ജർമ്മനിയിലേക്ക് പോയ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ സെയിലിങ്ങിന് വേണ്ടി ഈ ജർമ്മനിയിലേക്ക് പോയി, ഇൻ്റലിജൻസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയുള്ളൊരു പുരോഹിതനാണ് ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നൊരു പ്രീസ്റ്റ് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു 95 തീസ് എന്ന് പറയുന്ന 95 പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്തു, അവിടെയുള്ള ഒരു വിറ്റൻബർഗ് പള്ളിയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പതിപ്പിച്ച് ഒട്ടിച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ടാ, ഈ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മക്കൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഇദ്ദേഹം ഈ ഒരു 95 തീസ് അവിടെ ഒട്ടിച്ച് വെക്കാനുള്ള മെയിൻ കാരണം എന്താ അറിയോ, ഈ സഭയ്ക്കുള്ളിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളൊന്ന് നിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ സഭയെയും അതുപോലെ ജനങ്ങളെയും തമ്മിൽ പള്ളീനെയും ജനങ്ങളെയും തമ്മിൽ തെറ്റിക്കാനൊന്നും അദ്ദേഹം വിചാരിച്ചില്ല. അദ്ദേഹം ജസ്റ്റ് ഒരു ഡിബേറ്റ് അല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ഒരു ഡിബേറ്റ് നടത്താമെന്നൊക്കെ മാത്രമേ അദ്ദേഹം വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ വിറ്റൻബർഗ് സർവകലാശാലയിൽ അല്ലേ, അതായത് ജർമ്മനിയിലുള്ള വിറ്റൻബർഗ് സർവകലാശാലയിലെ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, അദ്ദേഹം ഈ ജർമ്മൻ ഭാഷയിലല്ല ആ ഒരു പ്രബന്ധം എഴുതിയിട്ടുള്ളത്, അദ്ദേഹം ഈ ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ആ വിറ്റൻബർഗ് സർവകലാശാലയിലെ സ്റ്റുഡൻസ് അത് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വായിച്ചു, പള്ളിയിൽ നടക്കുന്ന ഈ ഒരു റോങ് ടെൻഡൻസിനെ പറ്റിയൊക്കെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അത് മാത്രമല്ല അന്ന് അവിടെയുള്ള രാജാക്കന്മാരൊക്കെ ഇല്ലേ, അവിടെയുള്ള ഭരണാധികാരികളൊക്കെ പുരോഹിതന്മാരോടൊക്കെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. കാരണം അന്ന് ജർമ്മനിയിൽ ഈ എല്ലാ കാര്യങ്ങളും ഈ റൂളേഴ്സ് അല്ലായിരുന്നു അവസാനമായിട്ട് തീരുമാനമെടുക്കുക. കൂടുതലും അധികാരം പവർ ഉണ്ടായിരുന്നത് അവിടെയുള്ള കത്തോലിക്ക സഭയ്ക്കായിരുന്നു. സോ രാജാക്കന്മാരും ഈ ഒരു വിറ്റൻബർഗ് സർവകലാശാലയെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു മതനവീകരണത്തിന് സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ. അങ്ങനെ ജർമ്മനിയിലാണ് ഈ ഒരു റിഫോർമേഷൻ, മതത്തിനെ നന്നാക്കുക എന്നുള്ളൊരു സംഭവം ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് കാരണക്കാരായിട്ടുള്ള പുരോഹിതനാണ് മാർട്ടിൻ ലൂതർ ആണ്. അപ്പോൾ അവിടെ മതനവീകരണം സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നോക്കിക്കോ, ബാക്കിയുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ആരായിരുന്നു, ഹൾഡ്രിച്ച് സിംഗ്ലിയും അതുപോലെ ജോൺ കാൽവിനും ആണ് ഈ ഒരു നവോത്ഥാനത്തെ അല്ലെങ്കിൽ ഈ മതനവീകരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിൽ ഹെൻറി 8 ആയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിഫോർമേഷൻ അല്ലെങ്കിൽ മതനവീകരണത്തിൽ പഠിക്കാനുള്ളൂ. ഇത്രയും പഠിക്കാനുള്ളൂ. പാപവിമോചന പത്രം, ഈ ഇൻ്റലിജൻസിൻ്റെ സെയില് ഈ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു, 95 തീസ് അവിടെയുള്ള വിറ്റൻബർഗ് പള്ളീൻ്റെ ചുമരിൽ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ജനങ്ങളൊക്കെ അവിടെ വിറ്റൻബർഗ് സർവകലാശാലയിലെ സ്റ്റുഡൻസ്, അവിടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ സാധാരണ ജനങ്ങളൊക്കെ അത് വായിച്ചു, പള്ളിക്കുള്ളിൽ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെയാണ് മതനവീകരണം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രതിമത നവീകരണമാണ്. ഇത്രയേ ഉള്ളൂ. മതത്തിനെ പുറത്തുള്ള ആളുകൾ നന്നാക്കാൻ ശ്രമിച്ചതാണ് റിഫോർമേഷൻ അല്ലേ. അപ്പോൾ മതം സ്വയം നന്നാവുകയാണ് അല്ലേ, സ്വയം നന്നാവാൻ ശ്രമിക്കുക.
ശ്രമിക്കുന്നതിനെയാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇതിന്റെ ഭാഗമായിട്ട് ഇറ്റലിയിലെ ട്രെൻഡിൽ എന്ത് ചെയ്തു, ഒരു സമ്മേളനമൊക്കെ നടന്നു. അപ്പോൾ ആ സമ്മേളനത്തിൽ എന്താണ്, മതരംഗത്തുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ അല്ലേ, തെറ്റായിട്ടുള്ള പ്രവണതകളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം പരിഷ്കരിച്ച് നല്ല അടിപൊളിയായിട്ട് കത്തോലിക്ക സഭ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. തൽഫലമായിട്ട് ഇൻ്റലിജൻസിൻ്റെ അല്ലേ ഈ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അത് മാത്രമല്ല വിശ്വാസികൾ വായിക്കാൻ പാടുള്ള ഒരുപാട് ബുക്കിൻ്റെ ഒക്കെ ഇൻഡെക്സ് ഇല്ലേ, അത് അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചു. ആ ഇൻഡെക്സിൽ കാണുന്ന ബുക്കുകളൊന്നും അവിടെയുള്ള വിശ്വാസികൾ ഇനി വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്, അന്ന് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മതവിചാരണ കോടതി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അത് വീണ്ടും കൊണ്ടുവന്നു. അതായത് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് കോടതി, ആ മതവിചാരണ കോടതി പിന്നെയും കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നോക്കിക്കോ. ഓക്കെ, സ്പെയിൻകാരനായിട്ടുള്ള ഇഗ്നേഷ്യസ് ലോയോള എന്ന് പറയുന്ന ആ ഒരു പുരോഹിതൻ എന്ത് ചെയ്തു, സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സഭ കൊണ്ടുവന്നു. അപ്പോൾ ആ സഭയിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് അത്രയും എന്താണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല, അവർ ഭയങ്കര അച്ചടക്കം അല്ലേ, അച്ചടക്കം പാലിക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കൂളുകളും പള്ളികളും ഒക്കെ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്, കത്തോലിക്ക സഭയിൽ ആ കാലത്തുണ്ടായിരുന്ന എല്ലാ റോങ് ടെൻഡൻസീസിനെയൊക്കെ അതിലൂടെ ഒഴിവാക്കി. അങ്ങനെ ഈ ഒരു കൗണ്ടർ റിഫോർമേഷനെ എന്ത് ചെയ്തു, കൗണ്ടർ റിഫോർമേഷനെ കത്തോലിക്ക മതനവീകരണം അല്ലെങ്കിൽ കത്തോലിക് റിഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. മതത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ബാക്കി പുറത്തു നിന്നുള്ള ആളുകൾ നന്നാക്കാൻ ശ്രമിച്ചതിനെയാണ് റിഫോർമേഷൻ അല്ലെങ്കിൽ മതനവീകരണം എന്ന് പറയുന്നത്. കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിമത നവീകരണം, മതം സ്വയം നന്നാവാൻ ശ്രമിക്കുക അല്ലേ, മതത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മതം സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഇത് 6 മാർക്കിന് എസ്സേ വരെ ചോദിക്കും. ഒരിക്കലും എൻ്റെ മക്കൾ ഇത് സ്കിപ്പ് ചെയ്യാതെ അടിപൊളിയാക്കി പഠിക്കുക. ഓക്കെ.